അപ്പു എണീക്ക്, സമയായി. അപ്പു പെട്ടെന്ന് ഡെറിനേട്ടാലേക്ക് ഇപ്പൊ പോവും. പട്ടീനെ കളിപ്പിച്ചു മതി, പെട്ടെന്ന് വാ. ഹോംവർക്കൊക്കെ ചെയ്തില്ലടാ? പെട്ടെന്ന് വെക്ക്, പെട്ടെന്ന്. കഴിഞ്ഞു. വാ വാ. നോക്കിട്ട് പോണേ. ഉമ്മ തന്നില്ലല്ലോ. ഡെറിനെ, ജോ വന്നു, വേഗം ഒന്ന് ഇറങ്ങിക്കേ. കാപ്പി കുടിച്ചോടാ മോനെ? ഡെറിനേട്ടൻ എവിടെ? ഡെറിൻ ഇപ്പൊ വരും കേട്ടോ മോനെ. ടിഫിൻ എന്തുവാടാ മോനെ ഇന്ന്? മുട്ടയാണോ തോന്നുന്നു. ഡെറിന്റെ കയ്യില് കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിക്കണം. ഇന്നലെ അവന്റെ കസിന്റെ ബർത്ത്ഡേ ആയിരുന്നേ. അവർ രണ്ടുപേരും കൂടെ പോയെ, അവിടുന്ന് കൊണ്ടുവന്ന കേട്ടോ. ഓക്കേ ആന്റി. ഡെറിനെ, ഒന്ന് ഇറങ്ങിക്കേ ഇങ്ങോട്ട്, ലേറ്റ് ആവുന്നില്ലേ? ഡെറിനെ, മറന്ന്. അമ്മ ബൈ, വാടാ. ഇന്നും സേടാണല്ലോ. എടാ, അമ്മ ഇന്നും കരഞ്ഞല്ലേ? സാരില്ലടാ, നീ കുഞ്ഞല്ലേ, അതാ നിന്നോടൊന്നും പറയാത്തെ. അമ്മയ്ക്ക് ചില വിഷമങ്ങളൊക്കെ കാണും, സാരില്ല, പോട്ടെ. അതല്ല ചേട്ടാ, അപ്പയ്ക്ക് എങ്ങനെ സംഭവിച്ചു? പിന്നെ അമ്മ ചിരിക്കാറേ ഇല്ല. പണ്ടെന്നെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോൾ അമ്മ ചിരിച്ച് ഉമ്മയൊക്കെ തന്നാ വിടുന്നത്. ഇപ്പൊ എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നമായില്ലോ. ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താ. അമ്മ ഒന്ന് ചിരിച്ചു കണ്ടാ മതി. ഇതിനെന്തെപ്പൊരു വഴി? ഇതിനെന്റെ അടുത്തൊരു വഴിയുണ്ട്. എന്ത് വഴി ചേട്ടാ? കഴിഞ്ഞ ദിവസം നീ നാട്ടിൽ പോയ സമയത്ത് എന്റെ കസിൻ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു.
പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പുറത്തിരിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരു സൗണ്ട് കേട്ടു. നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ ഇതെല്ലാം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം നിങ്ങൾക്ക് മാറ്റിത്തരും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പിന്നെ ഒരു കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ സങ്കടങ്ങളൊക്കെ മാറി, എല്ലാം ഓക്കെ ആയി. ഞാൻ പറഞ്ഞു വന്നത് നിനക്ക് മനസ്സിലായോ? അവരുടെ പ്രോബ്ലം മാറിയെങ്കിൽ നിന്റെ പ്രോബ്ലമും മാറും. നിന്റെ പ്രശ്നം നമുക്ക് ദൈവത്തോട് പറഞ്ഞ് സെറ്റാക്കാം. അമ്മയുടെ മുഖത്ത് ചിരി കണ്ടാ പോരെ, അത് ഞാൻ സെറ്റാക്കി തരാം. അതല്ല ചേട്ടാ, ദൈവത്തെ എവിടെ കാണാം? ഡാ പൊട്ടാ, നമ്മൾ എല്ലാ ഞായറാഴ്ച പള്ളി പോന്നല്ലേ? പള്ളി കഴിഞ്ഞാ അച്ഛനോട് പറഞ്ഞാ അച്ഛൻ കാണിച്ചു തരൂലേ? അത് പറ്റില്ല ചേട്ടാ, ഞായറാഴ്ച എല്ലാരും കാണും. അത് അമ്മ അറിയും, അമ്മയ്ക്ക് വീണ്ടും വിഷമാവും. അത് ഞാൻ ഓർത്തില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഇറങ്ങാം. നാളെ സ്കൂളിൽ ലീവല്ലേ? അമ്മ എന്തെങ്കിലും ചോദിച്ചാ മിഷൻ ലീഗിന്റെ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഡെറിനേറ്റന്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ മതി, അമ്മ വിടും. നമ്മൾ എങ്ങനെ പോവും? പാടം വഴി പോയാ മതി, അപ്പ ആരും കാണത്തില്ല. ദേ ബസ് വന്നു. നാളെ ലേറ്റ് ആവരുതേ, ഓൺ ടൈമിലായിരിക്കും. ഇല്ല ഏട്ടാ, ഞാൻ ഒട്ടും ലേറ്റ് ആവില്ല. ചിറകേ ചിറകേ വെൺവാനത്തേറാനൂഴം വന്നുവോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും സോറി, ലേറ്റായി. നമുക്ക് ഐസ് വാങ്ങിക്കാം. പിന്നിടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ, ഉള്ളിടിപ്പുകൾ വേഗം കൂടും എന്താവോ. ഇന്നലെ വരെ മണ്ണിലെങ്കിലും ഇന്നു ചിന്തകൾ നാം പണിഞ്ഞു പോയി. നോവു തിന്നതും നോമ്പു നോറ്റതും മുന്നിലായിരം വർണ്ണചിത്രമാ. ചിറകേ ചിറകേ പിന്നിടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ, ഉള്ളിടിപ്പുകൾ വേഗം കൂടുന്നുണ്ടാവോ. ഡെറിനേട്ടാ, എല്ലാം ശരിയാവില്ലേ? നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ ഇല്ലേ നിന്റെ കൂടെ? റിക്സ, എന്നാണ്ട് വിശേഷമൊക്കെ? കുറേ അയലോടാ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. നിന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടുന്നേ. മമ്മിക്ക് എന്നും നിന്റെ മുടിയെക്കുറിച്ച് പരാതിയാ. നീ മുടിയൊക്കെ വെട്ടി നല്ല സ്റ്റൈലായി നല്ലൊരു കൊച്ചായിട്ട് നടക്കുന്നേ. ഒരു ജോലിയൊക്കെ മേടിച്ച് നല്ല നന്നായിട്ട് നടക്കുമ്പോഴല്ലേ കാരണന്മാർക്കൊക്കെ സന്തോഷമാകുന്നേ. ജോലിക്കൊക്കെ ട്രൈ ചെയ്യണുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ആ ആ ആ എന്നാ ശരി, ആയിക്കോട്ടെ. നിന്നെ ഞാൻ വിളിച്ചോളാം. മക്കളെ കയറി. മക്കളെ കയറി ഇരിക്കി. അതെ, നമുക്കിന്ന് വൈകിട്ട് ആ തോമസ് ചേട്ടൻ്റെ വീട്ടിൽ വെഞ്ചിരിപ്പ് പറഞ്ഞിട്ടില്ലേ? നമുക്ക് എത്ര മണിക്കാണ് പോകേണ്ടത്? ഓക്കെ, അവർ വണ്ടി വിടും അല്ലേ? ശരി. എന്താ മക്കളുടെ പേര്? ഡെറിൻ അൽഫോൺസ് ജോസ്. നിന്റെയോ? ജെറോം അലക്സ്. ജെറോം അലക്സ് അല്ലേ? എന്താ മക്കള് വന്നേ? ഇല്ലേ, വേണ്ട, ആദ്യം നമുക്കൊരു മുട്ടായി. അച്ഛാ, എനിക്ക് ദൈവത്തിനെ കാണണം. അത് കൊള്ളാലോ, വെരി ഗുഡ്. അല്ല, എന്തിനാ മക്കൾക്ക് ദൈവത്തെ കാണേണ്ടത്? ദൈവത്തിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദൈവത്തോട് പറയേണ്ട കാര്യങ്ങളൊക്കെ എന്നോടും പറയാന്നേ. ആണോ? എന്നാ ഓ, അപ്പൊ അമ്മ ചിരിക്കാത്തതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്നേ. എടാ, നീ ആ കർട്ടൻ ഒന്ന് തുറന്നേ. മക്കള് വാ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെയാ പരിഹാരമുള്ളത്. നീ പ്രാർത്ഥിച്ചോ, എല്ലാം ശരിയാവും. അമ്മയോടൊക്കെ പറഞ്ഞിട്ടാണ്
പറഞ്ഞിട്ടാണല്ലോ മക്കൾ വന്നതല്ലേ? പിന്നെ അന്ന് എനിക്ക് സൂക്ഷിച്ച് വീട്ടിൽ പൊക്കോ കേട്ടോ. അച്ഛൻ പ്രാർത്ഥിച്ചോളാം. ഹലോ. ഞാൻ നേർച്ച ഇട്ടോളാം. ഒരു 500 ഇട്ടാ പോരെ? നേർച്ച ഇട്ടില്ലെങ്കിൽ ഒന്നും ആവൊന്നുമില്ലല്ലോ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ഒരു 500 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അത് ഞാൻ ഇട്ടോളാം. അച്ഛൻ മതി, ഞാൻ പോട്ടെ, ഞാൻ വിളിക്കാം. മക്കളെ, ചോക്ലേറ്റ് വേണ്ടേ? മാമൻ ദുബായിൽ നിന്ന് വന്നാ. ശബ്ദം ഉണ്ടാക്കല്ലേ. ശരി ചേച്ചി, ഞാൻ നാളത്തേക്ക് പൈസ അയച്ചോളാം. ഷേ, അമ്മ ചിരിക്കുന്നില്ലല്ലോ. നമ്മൾ ചെറിയ കോയിൻ ഇട്ടേം കൊണ്ടാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ശരിയാണല്ലോ. അതൊന്നും അല്ലടാ. ഇനി എന്ത് ചെയ്യും? നീ ടെൻഷൻ അടിക്കില്ലേ, നമുക്ക് വേറെ വഴി നോക്കാം. നീ ഇപ്പൊ പൊക്കോ, ഇല്ലെങ്കിൽ അമ്മ വഴിക്ക് പറയും. നമുക്ക് പിന്നെ കാണാം. ബൈ. പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. അപ്പൊ നീ ഇവിടെ ഇരിക്കേ. കൊണ്ടുപോയി കൊടുക്ക്. ആ ചേട്ടനാണോ? വീട്ടിൽ പോക്കോ, അമ്മ പള്ളിയിൽ പോയിട്ട് വരാവേ. അഞ്ജലി. ആ, സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വീട് പണിയൊക്കെ എന്തായി അഞ്ജലി? കഴിയാറായി അച്ഛാ. ഇപ്പൊ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. എല്ലാം ഞാൻ തന്നെ വേണ്ട അച്ഛാ ഒറ്റയ്ക്ക് ചെയ്യാൻ. അന്ന് സാരില്ലെന്നേ, എല്ലാം ശരിയാക്കിയോളും. അതെ, ഞാൻ വിളിച്ചതേ, കഴിഞ്ഞ ദിവസം മോനെ കണ്ടായിരുന്നു. അവൻ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അഞ്ജലി മോൻ്റെ മുമ്പിൽ വെച്ച് കരയാറുണ്ടോ? മറ്റൊന്നും കൊണ്ടുമല്ല, മോൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അമ്മ എപ്പോഴും അവൻ്റെ മുമ്പിൽ നിന്ന് കരയുമെന്ന്. ആദ്യം ഞാനത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ ആലോചിച്ചപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഒരു കാര്യമുള്ളതുപോലെ തോന്നി. അതാ ചോദിച്ചേ. അലക്സ് മരിച്ച പിന്നെ എനിക്ക് അവനെ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണേ. ഇനി ഞാൻ നോക്കിക്കോളാം അച്ഛാ അവനെ. എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ മുമ്പിൽ വെച്ച് കരയണ്ട. കുഞ്ഞു മനസ്സല്ലേ അവൻ്റെത്. അവനത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. നീ അവൻ്റെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നോക്ക്. ഈ പറയുന്ന പ്രശ്നങ്ങളും തിരക്കുകളും ഇല്ലാത്ത ജീവിതങ്ങളൊന്നുമില്ല. അതിനിടയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിയല്ലേ പറ്റൂ. വി നീഡ് ടു ഫൈൻഡ് അവർ ഹാപ്പിനെസ്. ശരി. ചേച്ചി അലക്സിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. അലക്സ് ദുബായിലൊരു ആക്സിഡൻറ്റിൽ. അപ്പു, അപ്പു സർ. എടാ അപ്പു, അമ്മയോട് പിണക്കവാ? അമ്മയുടെ അപ്പു സർ.
ചിരിച്ച്. ഇങ്ങ് വന്ന്, അടുത്ത് വന്ന്. അപ്പു എന്തിനാ ഇന്നലെ അച്ഛൻ്റെ അടുത്ത് പോയേ? അത് പണ്ടമ്മ ചിരിച്ച് സംസാരിച്ചതുപോലെ ഇപ്പോൾ എന്നോട് ചിരിച്ച് സംസാരിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഡെറിനേട്ടനാ പറഞ്ഞേ, പള്ളി പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ച അത് അമ്മ വീണ്ടും ചിരിക്കുമെന്ന് ഓർത്തിട്ടാ ഞാൻ പള്ളി പോയെ. ഇനി ഞാൻ അമ്മയോട് പറയാതെ എങ്ങോട്ടും പോകില്ല. സോറി അമ്മ. അതിന് ദൈവം പള്ളിയിൽ മാത്രാണെന്ന് ആരാ പറഞ്ഞേ? പിന്നെ എവിടെ കാണാം? ആ, കുറച്ചു മുന്നേ മോൻ ഒരാൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ ചേട്ടൻ അത്രയും നേരം വിശന്നിരുന്നിട്ട് ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് നിനക്കല്ലേ ഫുഡ് കൊടുക്കാൻ തോന്നിയുള്ളൂ. ചേട്ടാ, അയാളുടെ കണ്ണിൽ നീയല്ലേ ദൈവം? നമ്മളെ ജീവിത സാഹചര്യങ്ങളിൽ കൈവിടാതെ കൂടെ നിൽക്കുന്നവരും നമ്മളെ സംരക്ഷിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും അവരെല്ലാം നമുക്ക് ദൈവത്തെ പോലെയാണ്. അല്ല ശരിക്കും ദൈവം എന്താ? സ്നേഹമാണ് ദൈവം. അന്ന് അപ്പയും നമുക്ക് ദൈവത്തിനെ പോലെയല്ലേ?